സംസ്ഥാനത്ത് ഇന്നലെ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കോട്ടയം, കുമരകം, അയർക്കുന്നം, കിടങ്ങൂർ, മണർകാട്, ചിങ്ങവനം, ചങ്ങനാശ്ശേരി, വൈക്കം, വെച്ചൂർ, അതിരമ്പുഴ, കൈപ്പുഴ, ഓണന്തുരത്ത് പ്രദേശങ്ങളിലാണ് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 4:30-നാണ് ശക്തമായ കാറ്റ് വീശിയത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്കിന് മുകളിൽ മരം കടപുഴകി വീണു. കനത്ത കാറ്റിൽ പലയിടങ്ങളിൽ മരങ്ങൾ റെയിൽവേ പാളത്തിലേക്ക് വീണതോടെ കോട്ടയം ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധം ജില്ലയൊട്ടാകെ അവതാളത്തിലാക്കി. പല വീടുകളുടെ മതിലുകളും വീടുകളും തകർന്നിരിക്കുകയാണ്. ആളപായം ഇല്ലെങ്കിലും വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയുടെ തീരമേഖലയിൽ ഇന്നലെ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് റോഡുകളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വൈപ്പിൻ, ചെല്ലാനം, കണ്ണമാലി എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. കണ്ണമാലി ചെറിയ കടവ് റോഡ് വെള്ളത്തിലായി. ഡിവൈൻ ചാപ്പലിന് സമീപം 2 വീടുകളുടെ ഭിത്തി ഇടിഞ്ഞു വീണു. വൈപ്പിൻ പഴങ്ങാട് തീരത്തോട് ചേർന്ന് 9 വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ട ജില്ലയിൽ കാറ്റ് വ്യാപക നാശനഷ്ടം വിതച്ചു. ജില്ലയിലെ 21 ഗ്രാമപഞ്ചായത്തുകളിലാണ് കാറ്റ് വൻ നാശം വിതച്ചത്. 19 വീടുകൾ തകർന്നതായാണ് പ്രാഥമിക കണക്കുകൾ. ശീതത്തോടിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 1.5 വയസ്സുള്ള കുട്ടിയടക്കം 3 പേർക്കും, അരൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് വീട്ടമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഓമല്ലൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പി കഴുത്തിൽ കുടുങ്ങി ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമാണ് കാറ്റ് ആഞ്ഞു വീശിയത്. റബ്ബർ മരങ്ങളും തെങ്ങും ഉൾപ്പെടെ കടപുഴകി കൃഷിനാശവും വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായി. ഏത്തവാഴ കൃഷിയടക്കം പലതും നശിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ പുലർച്ചെ 3:30-ഓടെ കടലിൽ ആഞ്ഞു വീശിയ കാറ്റിൽ 2 വള്ളങ്ങൾ മറിഞ്ഞ് 2 പേരെ കാണാതായി. അവശരായ 2 പേരെ മറൈൻ ആംബുലൻസ് സാഹസികമായി രക്ഷപ്പെടുത്തി. രാത്രി ഇരുട്ടിൽ നീന്തി തളർന്ന 3 പേരെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി. മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ഇന്നലെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കിഴക്കേ കല്ലടയിലും പരിസരത്തും വീശിയടിച്ച കൊടുങ്കാറ്റ് വൻ നാശനഷ്ടങ്ങൾ വിതച്ചു. നിലമേൽ PMNM UP സ്കൂളിന് സമീപം പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്കിൽ 8 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എരൂർ സർക്കാർ LP സ്കൂളിന് മുകളിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നു. ആലപ്പുഴ ജില്ലയിലും വളരെ വലിയ ശക്തമായ കാറ്റും മഴയും പുലർച്ചെ ഉണ്ടായിരുന്നു. തുറവൂരിലും മുഹമ്മയിലും അമ്പലപ്പുഴയിലും എടത്വ, മാവേലിക്കരയിലും ചെങ്ങന്നൂരും കാറ്റിലും മഴയിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തുറവൂരും മുഹമ്മയിലും അമ്പലപ്പുഴയിലും വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. ജില്ലയിൽ കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ചെറിയനാട് കടയ്ക്ക് മുകളിലേക്കും കായംകുളത്ത് വീടിന് മുകളിലേക്കും മരങ്ങൾ വീണു. കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ ശക്തമായ കടൽക്ഷോഭത്തിന് വീടിന്റെ മേൽക്കൂര തകർന്ന് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. അമ്പലപ്പുഴ വെള്ളനാവഴിയിൽ അതിരൂക്ഷമായ കടലാക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. കടലാക്രമണത്തെ ചെറുക്കാനായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ടെട്രോപോഡുകൾക്ക് മുകളിലൂടെ ആഞ്ഞടിച്ച തിരമാലകളാലാണ് വീടുകൾ തകർന്നത്. കേരളത്തിൽ വളരെയധികം നാശനഷ്ടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. മധ്യകേരളത്തിലെ പല ജില്ലകളിലെ പല ആളുകൾക്കും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ വിവിധമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പല വീടുകളുടെ മതിലുകൾ തകരുകയും ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ കാറ്റോടു കൂടി ഉണ്ടായ മഴയിൽ പല വീടുകളുടെ ജനാലകൾ അടക്കം തകർന്ന് ഭിത്തിക്ക് കാര്യമായ തകർച്ച നേരിട്ടുകൊണ്ടിരുന്നു. പല ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും തകർന്നു വീഴുകയും പല സ്ഥലങ്ങളിലെ വൈദ്യുതി നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും മധ്യകേരളത്തിലുള്ള ആളുകൾ വളരെ സുരക്ഷിതത്വം പാലിക്കേണ്ടതാണ്. ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്.